ഹൈ ഗൈസ്. സോ നിങ്ങളുടെ ഹാർമോണിക് പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിനെ വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഹാർമോണിക് പാറ്റേണിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതായത് എന്താണ് ഒരു ഹാർമോണിക് പാറ്റേൺ, അതുപോലെ ഇത് എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്, ആ ഒരു അപ്രോച്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കുമ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ലെവലിൽ നിന്ന് ഹാർമോണിക് പാറ്റേൺ എന്താണെന്ന് അറിയാം എന്നൊരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. സോ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ എൻട്രിയും കാര്യങ്ങളെല്ലാം പറഞ്ഞൊന്നും പോകത്തില്ല. എൻട്രി മോഡൽസൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിലുണ്ട്. എനിവേസ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന ഹാർമോണിക് പാറ്റേൺസ് എന്താണെന്നും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനൊക്കെ പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മളെ എല്ലാ പാറ്റേണിനെ പോലെ തന്നെ ഹാർമോണിക് പാറ്റേൺസ് എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് പ്രീ ഡിഫൈൻഡ് പാറ്റേൺ ആണ്. അതായത് ഈ പ്രൈസ് ആക്ഷൻ്റെ തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, പ്രീ ഡിഫൈൻഡ് അതുപോലെ അഡാപ്റ്റീവ്. അതിൽ പ്രീ ഡിഫൈൻഡ് സ്ട്രാറ്റജിയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ഹാർമോണിക് പാറ്റേൺ. നല്ല ഒരു വിൻ റേറ്റ് തന്നെ നമുക്ക് ഹാർമോണിക് പാറ്റേണിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഹാർമോണിക് പാറ്റേൺ എന്ന് പറയുന്നൊരു പാറ്റേൺ ടൈപ്പിനെ സിംഗിളായിട്ട് ഉപയോഗിക്കാതെ വേറൊരു കൺഫ്ലുവൻസും കൂടി വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 80 to 90% വിൻ റേറ്റ് നമുക്ക് നല്ല രീതിക്ക് തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡലാണ് ഹാർമോണിക് പാറ്റേൺസ്. മോസ്റ്റ്ലി സ്വിംഗ് ട്രേഡിങ്ങിലും അതുപോലെ തന്നെ ഇൻട്രാഡേ ടൈം ഫ്രെയിംസിലും, മോസ്റ്റ്ലി പറയുകയാണെങ്കിൽ 1 hour എബോവുള്ള ടൈം ഫ്രെയിംസിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യും. അതുപോലെ തന്നെ LTFിൽ ചെറിയ കൺഫർമേഷനോട് തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു വിൻ റേറ്റ് കിട്ടുന്ന ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഹാർമോണിക് പാറ്റേൺസ്. മെയിൻലി ഈ ഒരു ഹാർമോണിക് പാറ്റേൺസ് എന്ന് പറയുന്നത് നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ കൂടെയും അതുപോലെ തന്നെ മറ്റ് പാറ്റേൺസിൻ്റെ കൂടെയൊക്കെ ചേർത്ത് വെച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെവലിലുള്ള വിൻ റേറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ സിംഗിളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു വിൻ റേറ്റ് അത്ര ആ ഒരു വിൻ റേറ്റ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. നമ്മൾ ഹാർമോണിക് പാറ്റേൺ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമുക്ക് മിനിമം ഒരു 1:3 to 1:2 എത്ര വേണമെങ്കിലും 10 hour 20 hour ഒരു ആവറേജ് പറയുകയാണെങ്കിൽ 1:3 to 1:8 hour 10 hour ഒക്കെ എന്തെന്ന് പറഞ്ഞാൽ ഹാർമോണിക് പാറ്റേൺ വളരെ ഈസി ആയിട്ട് കിട്ടും. ഹാർമോണിക് പാറ്റേൺസ് എൻട്രീസ് വളരെ പിൻ പോയിന്റ് എൻട്രീസ് ആവും. മോസ്റ്റ്ലി നമ്മളിപ്പോൾ ഒരു 100 ട്രേഡ് എടുക്കുകയാണെങ്കിൽ അതിലൊരു 60-70 ട്രേഡെങ്കിലും പിൻ പോയിന്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെ റിജക്റ്റ് ആവും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1:40 or 50 hour ഒക്കെ നമുക്ക് ഈ പറയുന്ന ഹാർമോണിക്സിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഹാർമോണിക് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 2 അക്ഷരങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു M, അതുപോലെ സെക്കൻഡ് ഓഫ് ഓൾ ഒരു W. വെരി ബെറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു M, അതുപോലെ രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ട ആൽഫബറ്റ് W. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാർമോണിക് പാറ്റേൺസിൽ 2 ടൈപ്പ് ഓഫ് ആൽഫബറ്റ്സ് ആണ് മെയിൻലി വരുന്നത്. ഒന്ന് M, ഒന്ന് W. ഈ പറയുന്ന 2 സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർമോണിക് പാറ്റേൺസ് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മളെല്ലാവരും കുഞ്ഞുനാളുകൊണ്ടല്ലേ പഠിച്ചു വരുന്നതാണ് ഈ പറയുന്ന M ഉം W. സോ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് വലിയ പാടൊന്നും വേണ്ട. ഈ M ഉം W, അപ്പോൾ ഇത് M ആവണമെങ്കിലോ അല്ലെങ്കിൽ ഇത് W ആവണമെങ്കിലോ നമ്മൾ കൊച്ചിലേക്ക് ഈ പറയുന്ന കൊച്ചു സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ M വരയ്ക്കുമ്പോൾ ഇത്രയൊക്കെ വരയ്ക്കും, വരച്ച് അവിടേക്ക് നിർത്തും. അപ്പോൾ ടീച്ചർ പറയും അങ്ങനെയല്ല, അവിടെ നീട്ടി വരയ്ക്കണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഹാർമോണിക് പാറ്റേണിലും ഇങ്ങനെ ഒരു റൂളുണ്ട്. ഈ പറയുന്ന മിഡ് പോയിന്റ് കണ്ടോ, ഈ പറയുന്ന മിഡ് പോയിന്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അത് M ആയി കൺസിഡർ ചെയ്യുള്ളൂ. അതുപോലെ ഇവിടത്തെയും മിഡ് പോയിന്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അത് W ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഈ പറയുന്ന മിഡ് പോയിന്റ് ഏതാണ് മിഡ് പോയിന്റ് മേക്ക് ചെയ്യുന്നത് അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ M ആവുള്ളൂ. അതുപോലെ തന്നെ മറ്റേതിലും ആ മിഡ് പോയിന്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ W ആവുള്ളൂ. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ഒരു ഹാർമോണിക് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഹാർമോണിക് പാറ്റേൺസ് ഒക്കെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ നിൽക്കുന്നത് ഇവിടെ നിന്ന് പിന്നെ അത് താഴോട്ടോ എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യും. ചിലപ്പോഴൊക്കെ ഇല്ല പൊട്ടക്കണ്ണൻ മാവേറിഞ്ഞു എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനത്തേലൊക്കെ താഴോട്ടൊക്കെ പോയെന്നിരിക്കും. പക്ഷേ അത് തെറ്റാണ്. എപ്പോഴും ഈ പറയുന്ന മിഡ് പോയിന്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അതൊരു ഹാർമോണിക് പാറ്റേൺ ആവുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് ഏതെങ്കിലും ഒരു നോർമൽ സ്ട്രക്ചർ ആവത്തേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഈ പറയുന്ന 2 ആൽഫബറ്റ് ഉള്ളതുപോലെ തന്നെ മാർക്കറ്റിൽ 2 തരം മെയിൻ ട്രെൻഡാണുള്ളത്. ഒന്ന് അപ്പ് ട്രെൻഡ്, ഒന്ന് ഡൗൺ ട്രെൻഡ്. അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ 2 തരം ആക്ടിവിറ്റീസ് ആണുള്ളത്. മെയിൻലി മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആണുള്ളത്, ഒന്ന് ബയേഴ്സും ഒന്ന് സെല്ലേഴ്സും. അപ്പോൾ 2 ആൽഫബറ്റ് ഉള്ളതുപോലെ തന്നെ 2 പാർട്ടിസിപ്പൻസും ഉണ്ട്, ഒന്ന് ബയേഴ്സും ഒരു സെല്ലേഴ്സും. സോ നമുക്ക് 2 പേർക്കും ഇത് വീതിച്ചു കൊടുക്കാം. ബയേഴ്സിനാണ് M, അതുപോലെ സെല്ലേഴ്സിനാണ് W. സോ ബയേഴ്സിന് ഇവിടെ ബയേഴ്സ് എന്ന് പറയുന്നത് M ഉം അതുപോലെ തന്നെ സെല്ലേഴ്സ് എന്ന് പറയുന്നത് W. ഓക്കെ, ഇത് രണ്ടും.
അപ്പോൾ ഇങ്ങനൊരു എം ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് ബുള്ളിഷ് ആണെന്നും അതുപോലെ ഡബ്ല്യു ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് ബെയറിഷ് ആണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ബേസിക് ഹാർമോണിക് പാറ്റേണിൻ്റെ ഒരു എന്താ പറയുക ബേസിക് ആയിട്ടുള്ള ലോജിക്ക്. ഒരു എം ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഇപ്പോൾ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, ഹാർമോണിക് പാറ്റേൺ എന്ന് പറയുന്നത് റിവേഴ്സൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. സോ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനെ തിരിച്ച് ബെയറിഷ് ആകുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാനും ഒരു ബെയറിഷ് മൂവ്മെൻറ്റിനെ ബുള്ളിഷ് ആകുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ് ഹാർമോണിക് പാറ്റേൺസ്. ഇവിടെ നമ്മൾ കണ്ടിന്യൂഷൻസ് ട്രേഡ് ചെയ്യുന്നില്ല. അപ്പോൾ എനിവേസ് നമുക്ക് ഈ പറയുന്ന പോലെ ബയേഴ്സ് എന്ന് പറഞ്ഞാൽ എം ഷേപ്പ്, അതുപോലെ സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഷേപ്പ്. സോ ഒരു എം ഷേപ്പ് കാണുവാണെങ്കിൽ അവിടെ നിന്നിപ്പോൾ ഒരു അപ് ട്രെൻഡിലാണ്, ഒരു ഡൗൺ ട്രെൻഡിലാണ്, അല്ലെങ്കിൽ സൈഡ് വേസ് എന്തെങ്കിലും ആയിട്ടിരിക്കട്ടെ, ഒരു എം ഷേപ്പ് കാണുന്നു. അവിടെ നിന്ന് ഇപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് പോകുമെന്ന് പറയാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലാണ്, ദെൻ ഡബ്ല്യു ഷേപ്പ് കാണുവാണ്, ഒരു അപ് ട്രെൻഡിലാണ്, ദെൻ ഒരു ഡബ്ല്യു ഷേപ്പ് കാണുവാണ്, ദെൻ അവിടെ നമുക്ക് മാർക്കറ്റ് താഴേക്ക് പോകുമെന്ന് പറയാൻ പറ്റും. സോ ബയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എം ഷേപ്പാണ്, അതുപോലെ തന്നെ സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡബ്ല്യു ഷേപ്പാണ്. ഓക്കെ, എം ഷേപ്പ് മീൻസ് ബയേഴ്സ്, ഡബ്ല്യു ഷേപ്പ് മീൻസ് സെല്ലേഴ്സ്. ഇനി ഞാൻ കുറച്ച് ഫാക്ടേഴ്സ് പറഞ്ഞു പോവാം. ഓക്കെ, ഇത് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. വെരി ബെറ്റ് നമ്മുടെ പ്രൈസ് ആക്ഷൻ വൈസ് ഹാർമോണിക് പാറ്റേൺസ് എടുക്കുമ്പോൾ ഹാർമോണിക് പാറ്റേണിൽ ഇപ്പോൾ നമ്മളെ പ്രൈസ് ആക്ഷനുള്ള 2 പാറ്റേൺസ് ഹാർമോണിക് പാറ്റേണിൽ നമ്മൾ യൂസ് ചെയ്യും. അതിൽ 2 പാറ്റേൺസ് ആണ്, ഒന്ന് ഡബിൾ ടോപ്പ്, 2 ഡബിൾ ബോട്ടം. ഒരു ഡബിൾ ടോപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇതല്ലേ ഡബിൾ ടോപ്പ്. അതുപോലെ ഒരു ഡബിൾ ബോട്ടം എങ്ങനെ ഇരിക്കുന്നത്? ഇതല്ലേ ഡബിൾ ബോട്ടം. സോ ഒരു ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം. ഇപ്പോൾ ഈ ഡബിൾ ടോപ്പ് ഏത് ഷേപ്പാണ്? എം ഷേപ്പ് അല്ലേ? ഡബിൾ ബോട്ടോ ഡബ്ല്യു ഷേപ്പ് അല്ലേ? അപ്പോൾ നമ്മുടെ പ്രൈസ് ആക്ഷനിൽ പഠിച്ച ചാർട്ട് പാറ്റേൺസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ഐ ബിലീവ് സംവെയർ സെക്കൻഡ് പാർട്ട് 1 സെക്കൻഡ് പാർട്ടിൽ 12th ചാപ്റ്റർ ആയിരുന്നു ചാർട്ട് പാറ്റേൺസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ അതിൽ ഡബിൾ ബോട്ടും ഡബിൾ ടോപ്പും എന്തെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ അതിൽ ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ബുള്ളിഷ് സ്ട്രക്ചറാണ് ഇതിൽ. അപ്പോൾ അതിലെന്താണ് ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലേഴ്സ് അല്ലേ? പക്ഷേ ആക്ച്വലി ഹാർമോണിക്സിൽ വരുമ്പോൾ ഈ പറയുന്ന ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡബിൾ ടോപ്പ് അല്ല, ഇവിടെ വേറൊരു വ്യത്യാസം വരുന്നുണ്ട്. ബട്ട് എനിവേയ്സ് ഈ പറയുന്ന ഡബിൾ ടോപ്പിന് നമുക്ക് ബുള്ളിഷ് പാറ്റേൺ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡബിൾ ബോട്ടത്തിനെ ഈ പറയുന്ന ഡബ്ല്യു പാറ്റേൺ ആയിട്ടും കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. സംടൈംസ് ഈ ഫേക്ക് ഔട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡബിൾ ടോപ്പ് ഉണ്ടായിട്ട് ഇവിടം വരെ ഇറങ്ങിയിട്ട് തിരിച്ച് കയറി എന്നൊക്കെ പറയത്തില്ല, അതെല്ലാം ഈ പറയുന്ന ഹാർമോണിക്കിൻ്റെ സെനാറിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് വരുന്നൊരു പാറ്റേൺ ആണ് ഫെയിൽഡ് ഫ്ലാഗ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, നമ്മൾ ചാർട്ട് പാറ്റേൺസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസിൽ ഒരു ഫ്ലാഗ് പാറ്റേൺ എന്താണെന്ന് പറഞ്ഞു തന്നു അല്ലേ? എന്താണ് ഫ്ലാഗ് പാറ്റേൺ? ഒരു മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, അതുപോലെ തന്നെ ഒരു ഫ്ലാഗ് ഒരു ഫോർമാറ്റിൽ ക്രിയേറ്റ് ചെയ്ത് താഴോട്ട് വരുന്നു. അപ്പോൾ അവിടെ നിന്ന് റിവേഴ്സലാവും കണ്ടിന്യൂവേഷൻ ആവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡൗണിൽ ഇവിടെ ഈ പറയുന്നതുപോലെ ഒരു ഫ്ലാഗ് പാറ്റേൺ വരുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫ്ലാഗ് പാറ്റേൺ വന്ന് ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിൽക്കുവാണ്. ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ബ്രേക്കായി തിരിച്ച് അവിടെ നിന്ന് ഇപ്പോൾ ആളുകളെല്ലാം ഇവിടെ നിന്ന് ബൈ ചെയ്ത ഉടനെ മാർക്കറ്റ് തിരിച്ച് അവിടെ നിന്ന് റിവേഴ്സലാവുകയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു എം ഷേപ്പ് പാറ്റേൺ ആണെന്ന് പറയാൻ പറ്റും. ഇത് കണ്ടോ, ഇത് നമുക്കൊരു എം ഷേപ്പ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് പിന്നെ ബുള്ളിഷ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ആണ് ഫെയിൽഡ് ഫ്ലാഗ് പാറ്റേൺ. സോ നമ്മൾ ഡബിൾ ടോപ്പ് ആൻഡ് ഡബിൾ ബോട്ടം പറഞ്ഞു, ഇതാണ് ഫെയിൽഡ് ഫ്ലാഗ് പാറ്റേൺ. ഇനി ഫെയിൽഡ് ഫ്ലാഗിൻ്റെ ബെയറിഷ് വേർഷൻ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ താഴോട്ട് വരുന്നു, അത് കഴിഞ്ഞിട്ട് ഫ്ലാഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ താഴേക്ക് ബ്രേക്ക് ഔട്ട് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നിന്ന് അപ്പാവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തരാം? ഇതൊരു ഡബ്ല്യു ഷേപ്പാണെന്ന് പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അവിടെ നിന്ന് റിജക്റ്റ് ആവുമെന്ന് പറയാനായിട്ട് പറ്റും. ഇതാണ് ഫെയിൽഡ് ഫ്ലാഗ് പാറ്റേൺ. അപ്പോൾ ഫെയിൽഡ് ഫ്ലാഗും അതുപോലെ തന്നെ ഡബിൾ ബോട്ടവും ഡബിൾ ടോപ്പും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർമോണിക് പാറ്റേൺസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന 2 ടെക്നിക്കാണ് പ്രൈസ് ആക്ഷനിൽ ഈ പറയുന്ന 2. സോ നമ്മൾ ഹാർമോണിക് പാറ്റേണിൻ്റെ മെയിൻ ആൽഫബറ്റ്സ് പഠിച്ചു. അതുപോലെ തന്നെ അത് ഇങ്ങനെ ഹാർമോണിക് പാറ്റേൺ ആവണമെങ്കിലുള്ള ഫസ്റ്റ് റൂള് പഠിച്ചു. ഇതിന് കുറച്ചുകൂടി മാത്തമാറ്റിക്കൽ റൂൾസ് ഇപ്പോൾ വരും കേട്ടോ. ഇത് ബേസിക് റൂളാണ്. അത് കഴിഞ്ഞിട്ട് പഠിച്ചു. എം ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബയേഴ്സും അതുപോലെ ഡബ്ല്യു ഷേപ്പ് എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സും ആണെന്ന് പഠിച്ചു. ദെൻ പ്രൈസ് ആക്ഷനിൽ നമുക്ക് 2 ഫ്രാക്ടൽസ് ഇതിൽ യൂസ് ചെയ്യാമെന്ന് പഠിച്ചു. ഒന്ന് ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് ചാർട്ട് പാറ്റേൺസ്, അതുപോലെ തന്നെ ഫെയിൽഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാർട്ട് പാറ്റേൺ. ഇത് 2 നമുക്ക് ഈ പറഞ്ഞ ഹാർമോണിക് പാറ്റേൺസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും.
നമുക്ക് പ്രൈസ് ആക്ഷനിൽ ഞാൻ ചാർട്ട് പാറ്റേൺസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ് എടുത്ത് നമുക്ക് പറഞ്ഞു മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ കളിയാണ് ഈ പറയുന്ന ചാർട്ട് പാറ്റേൺസ്. അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ സെയിം കളിയാണ് ഈ പറയുന്ന ഹാർമോണിക് പാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഹാർമോണിക് പാറ്റേൺസിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ഹാർമോണിക് പാറ്റേൺസ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചു, അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. അവിടെ നമ്മൾ ഹാർമോണിക് പാറ്റേൺസിനെ കുറിച്ചിട്ട് എന്താണെന്ന് പഠിച്ചു, മനസ്സിലായില്ലേ? എന്താണ് ഹാർമോണിക് പാറ്റേൺ, ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ, പിന്നെ അത് ഒരു ഹാർമോണിക് പാറ്റേൺ ആവണമെങ്കിലുള്ള റൂൾസൊക്കെ നമ്മളിവിടെ പഠിച്ചായിരുന്നു. ഇപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ഹാർമോണിക് പാറ്റേൺസ് പഠിക്കാം. നമുക്ക് മാർക്കറ്റിൽ മെയിൻലി വർക്കാകുന്ന കുറച്ച് അധികം ഹാർമോണിക് പാറ്റേൺസ് ആണ് ഇപ്പോൾ നിങ്ങളെ സ്ക്രീനിൽ കാണുന്നത്. അതിൽ ഫേമസ് ആയിട്ട് വരുന്ന ഈ ടോട്ടലി 7 ഹാർമോണിക് പാറ്റേൺ ഉണ്ട്. അതുപോലെ തന്നെ അൾട്ട് ബാറ്റ് എന്ന് പറയുന്നത് ബാറ്റിൻ്റെ തന്നെ, ഇപ്പോൾ ഒരു ബാറ്റ് ഹാർമോണിക് പാറ്റേണിൽ നമുക്കൊരു SL ഹിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ അൾട്ടർനേറ്റീവ് ബാറ്റ് അല്ലെങ്കിൽ അൾട്ട് ബാറ്റ് ഉപയോഗിച്ചുകൊണ്ട് റീ എൻട്രി എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് പാറ്റേൺ. സോ അത് എന്താണ്, ഇത് ഒരു മെയിൻ പാറ്റേൺ അല്ല, മനസ്സിലായില്ലേ? ഒരു സൈഡ് കിക്കാണ്. സോ നമുക്ക് മെയിനായിട്ടുള്ള ഈ പറയുന്ന 7 ഹാർമോണിക് പാറ്റേൺസിൽ ഫസ്റ്റ് വരുന്നതാണ് ബാറ്റ്, സെക്കൻഡ് വരുന്നത് ഷാർക്ക്, മൂന്നാമത് ഗാട്ട്ലി, നാലാമത് സൈഫർ, അഞ്ചാമത് ബട്ടർഫ്ലൈ, ആറാമത് ക്രാബ്, ഏഴാമത് ഡീപ്പ് ക്രാബ്. ഇതൊക്കെ നിങ്ങൾ വഴിയെ തന്നെ നല്ല രീതിക്ക് പഠിക്കും. നമുക്ക് ഈ ഹാർമോണിക് പാറ്റേൺസ് വരയ്ക്കാൻ ട്രേഡിംഗ് വ്യൂവിൽ ഉപയോഗിക്കുന്ന ടൂളാണ്. ഏറ്റവും ടോപ്പ് ലെഫ്റ്റിൽ ഇവിടെ ഈ ഒരു ടീന്ന് കണ്ടോ, അതിന് തൊട്ട് താഴെ ഇവിടെ XABCD പാറ്റേൺ വരുന്നത്. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ വേറൊരു ഇതുകൊണ്ടുണ്ട്, ABCD പാറ്റേൺ ഉണ്ട്. നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നത് ഈ പറഞ്ഞ XABCD പാറ്റേൺ ആണ്. ഓക്കെ, സോ ഈ XABCD പാറ്റേൺ നമുക്കിതാ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു M ഷേപ്പിൽ വരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു W ഷേപ്പിൽ വരയ്ക്കാം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ പറയുന്ന B പോയിന്റ് ഇതാണല്ലോ നേരത്തെ പറഞ്ഞ മിഡ് പോയിന്റ്, ഇത് ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. സംടൈംസ് ചിലവരെന്ത് ചെയ്യും, ഇവിടെയൊക്കെ ഉള്ള ഹാർമോണിക് പാറ്റേൺസ്, ഇങ്ങനെയൊക്കെയുള്ള ഹാർമോണിക് പാറ്റേൺസ് കൺസിഡർ ചെയ്യും. സത്യത്തിൽ ഇത് ബ്രേക്ക് ആയോ, ഇതൊരു നല്ല ക്ലീൻ ആയിട്ട് ബ്രേക്ക് ആയിട്ടില്ല, സംടൈംസ് ഇത് ഇങ്ങനെ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെയൊന്നും കൺസിഡർ ചെയ്യരുത്. എപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ട്. ആ പറയുന്ന വാല്യൂ ഞാൻ പറഞ്ഞുതരാം. ഹാർമോണിക് പാറ്റേണിൽ ഫസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന വാല്യൂ ആണ് X to D വാല്യൂ. അതായത് ഈ ഒരു ഈ പറയുന്ന ലെങ്ത് കണ്ടോ, ഫ്രം X to D എന്ന് പറയുന്ന ഈ ഒരു ഇതിന് ഇടയ്ക്കുള്ള വാല്യൂ. നമുക്കിവിടെ ഹാർമോണിക് പാറ്റേണിൽ മൾട്ടിപ്പിൾ വാല്യൂസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്, ഫോർ ഹിയർ. ബട്ട് അതൊന്നും അല്ലാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വാല്യൂ ആണ് ഈ പറയുന്ന X to D വാല്യൂ. സോ നിങ്ങൾ ഇതായിരിക്കും ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓരോ പാറ്റേണിനും X to D വാല്യൂ ഡിഫർ ചെയ്യും. അപ്പോൾ അത് ഞാൻ ഓരോ പാറ്റേണിൻ്റെയും X to D വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്തിടാം. എന്നിട്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് ഈ ഒരു വാല്യൂ നമ്മൾ എടുക്കുന്നത് എന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ ഹാർമോണിക് പാറ്റേൺസിൻ്റെ ഓരോ വാല്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ X to D വാല്യൂസ്. അപ്പോൾ ഒരു ഹാർമോണിക് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ X to D വാല്യൂ ആണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. നമുക്ക് ഇപ്പോൾ ഇതിലുള്ള വാല്യൂസ് 0.886 ബാറ്റിന്, 0.886 ഷാർക്കിന്, അതുപോലെ ഗാട്ട്ലിക്കും സൈഫറിനും 0.786, ബട്ടർഫ്ലൈക്ക് 1.272, ക്രാബിനും ഡീപ്പ് ക്രാബിനും 1.618, അതുപോലെ അൾട്ട് ബാറ്റിന് 1.30. വളരെ എന്താണ് ഇപ്പോൾ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ചോദ്യം വരും, എന്താണ് ഈ പറയുന്ന വാല്യൂസ്, അല്ലെങ്കിൽ ഇത് എവിടെയാണ് നമ്മൾ കാണുന്നത്? ജസ്റ്റ് സ്നീസിങ് ആണ്, ചെറിയ കോൾഡ് ഉണ്ട് അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന വാല്യൂസ്? ഇത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്കിപ്പോൾ ഫിബൊനാച്ചി ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് ഫിബൊനാച്ചി സീക്വൻസിലുള്ള നമ്പറാണ്. സിംപ്ലി ഫിബ് റിട്രേസ്മെൻറ്റ് എടുക്കുക, ഡ്രോ ചെയ്യുക, സെറ്റിങ്സിൽ പോവുക, ഈ പറഞ്ഞ ട്രെൻഡ് ലൈൻ ആദ്യം ഒന്ന് ഓഫ് ചെയ്തിടുക, 0ഉം 1ഉം 0.5, ഈ പറഞ്ഞ 0.236 മാറ്റിയിട്ട് ഇവിടെ 0.886 അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് 0.382ക്ക് പകരം ഇവിടെ നിങ്ങൾ ഇതങ്ങ് ഓഫ് ചെയ്തിടുക. പിന്നെ ഇവിടെ 0.786 ഉണ്ട്, 0.618 ഉണ്ട്, 1.618 ഉണ്ട്, 1 ഉണ്ട്, പിന്നെ 1.13 ഞാനിവിടെ അടിച്ചു കൊടുക്കുവാണ്, 1.13. ബാക്കി വാല്യൂസൊന്നും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വാല്യൂസ് ഇത്രയാണ്: 0, 1.13 ആൾട്ട് ബാറ്റിനുള്ളത്, 0.886,
0.886 ബാറ്റിനുള്ളത്, 0.5 അല്ലാതെ നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് 0.786 സൈഫറിനും ഇതിന് വേണ്ടിയിട്ട്, പിന്നെ ബട്ടർഫ്ലൈക്ക് വേണ്ടിയിട്ട് 1.272 അതിവിടെ ഒന്ന് എടുത്തു കൊടുക്കുക. ക്രാബിനും ഡീപ്പ് ക്രാബിനും 1.618, ദെൻ 1.13 ഫോർ ദ അൾട്ടിബാറ്റ്. ഇത്രയും വാല്യൂസ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, കറക്റ്റ് ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫോർ കാണാനൊരു രസത്തിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് മാറ്റുവാണ്. കളർ സെയിം കളർ കൊടുക്കുവാണ്. അതോടൊപ്പം തന്നെ സെയിം കളർ, ഐ തിങ്ക് ബ്ലൂ വിൽ ബി ബെറ്റർ. ഇത് മതി. പിന്നെ ഇവിടെ പ്രൈസും ലെവൽസും ഉണ്ട്. അതിൽ പ്രൈസ് ഞാനങ്ങടുത്ത് കളയുവാണ്, ലെവൽസ് മാത്രം മതി നമുക്ക്. ഇത്രയും ചെയ്തിട്ട് ഇവിടെ HM എന്ന് നിങ്ങൾക്ക് ടെംപ്ലേറ്റ് സേവ് ചെയ്ത് തരാം, അതായത് ഹാർമോണിക് പാറ്റേണിന് വേണ്ടിയിട്ട്. നമുക്കിവിടെ ഈ പറയുന്ന പാറ്റേൺസ് പല പല സെക്ഷൻസിലാണ് നിൽക്കുന്നത്. ബാറ്റും ഷാർക്കും ഒരു സെക്ഷനാണ്, ആൻഡ് ഗാട്ട്ലി സൈഫർ ഇതിൻ്റെ കൂടെയുള്ള സെക്ഷനാണ്. ക്രാബ് ഡീപ്പ് ക്രാബ് വേറെ സെക്ഷനാണ്. ബട്ടർഫ്ലൈ വേറെ സെക്ഷനാണ്. ആൾട്ടിബാറ്റ് ഇതിൻ്റെ കൂടെ വരുന്നതാണ്, അത് നിങ്ങൾക്ക് എടുത്തു തരാം. ഇതിൽ ബാറ്റും ഷാർക്കും ഗാട്ട്ലിയും സൈഫറും ഈ 4 ഹാർമോണിക് പാറ്റേൺസിന് ഹാർമോണിക് പാറ്റേൺസിന് ഞാനൊന്ന് എടുത്തിട്ട് എലാബറേറ്റ് ചെയ്ത് തരാം. ഇവിടെ ബാറ്റും സൈഫറും അതുപോലെ തന്നെ ഷാർക്കും ഗാട്ട്ലിയും ഇത് രണ്ടും എന്ന് പറയുന്നത് ഒരേ സെയിം സ്വഭാവമുള്ള ആൾക്കാരാണ്. ബട്ട് അവരുടെ ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറയുന്ന വാല്യൂസാണ്. നമ്മൾ ഫിബനാച്ചി ടൂൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. ഫ്രം 1 to 0 വരെ വരയ്ക്കും. അതിനുശേഷം അതിൻ്റെ വാല്യൂസിൽ നമ്മൾ എൻട്രീസ് വയ്ക്കാറുണ്ട്. അതേ മെക്കാനിസമാണ് ഇവിടെ. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഒരു ഹാർമോണിക് പാറ്റേൺ കാണുവാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ X A B C D, ഓക്കെ, ഇങ്ങനൊരു ഹാർമോണിക് പാറ്റേൺ കാണുവാണ്. ഇതിൽ X to D വാല്യൂ ഇപ്പോൾ നമ്മളിപ്പോൾ ഫിബനാച്ചി ഇവിടെ നിന്ന് X to C വരെ ഫിബനാച്ചി വരയ്ക്കുവാണ്, അല്ലെങ്കിൽ X to A വരെ ഫിബനാച്ചി വരയ്ക്കുവാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പാറ്റേൺ 0.786 886 ഒക്കെയാണ് പോകണമെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ 0.786 ആണെങ്കിൽ അതിനെ നമ്മൾ സൈഫറാക്കും, 0.886 ആണെങ്കിൽ അത് നമ്മൾ ഷാർക്കാക്കും. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് വരുന്ന പാറ്റേൺ ആണ് നിങ്ങൾക്ക് ബാറ്റ് പാറ്റേൺ. ഞാൻ ഹാർമോണിക് പാറ്റേണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ, കാണാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ബാറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് പറഞ്ഞുതരാം. ബാറ്റിൻ്റെ ഒരു ഹോൾ ജിയോമെട്രി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയാണ് ബാറ്റിൻ്റെ ജിയോമെട്രി ഇരിക്കുന്നത്. ഒരു സെക്കൻഡ്. നെക്സ്റ്റ് വരുന്നത് ഷാർക്കാണ്. ഷാർക്കിൻ്റെ ജിയോമെട്രി ഇങ്ങനെയായിരിക്കുന്നത്. X A B C D. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഗാട്ട്ലിയാണ്. ഗാട്ട്ലിയും നമ്മളെ ബാറ്റിനെ പോലെ സെയിം ആയിട്ടായിരിക്കുന്നത്. A B C and D. അതുപോലെ സൈഫറിൻ്റെ കാര്യം സെയിമാണ്. A B C D. കണ്ടോ, 4 പാറ്റേൺ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് 4 നിങ്ങൾക്ക് എടുത്തുടനെ കാണാൻ പറ്റും. നിങ്ങൾ എന്താ പറയുന്നത്, ബാറ്റും ഗാട്ട്ലിയും സെയിം അല്ലേ, ഷാർക്കും സൈഫറും സെയിം അല്ലേ എന്ന് പറയും. ഇവിടെ പാറ്റേൺ ഒക്കെ ഓക്കെ തന്നെയാണ്. പക്ഷേ വരുന്ന ഒരേ ഒരു വ്യത്യാസം അതിൻ്റെ X to D വാല്യൂസ് ആണ്. ബാറ്റിൻ്റെ X to D വാല്യൂ എന്താണ്? 0.886. അതായത് ഫിബനാച്ചി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ X to A വരെ വരയ്ക്കുമ്പോൾ ഈ പറയുന്ന വാല്യൂ ഈ പറയുന്ന 886 വന്ന് ടച്ച് ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? അതുപോലെ ഷാർക്കിനും അതേ രീതിയാണ്. ഇപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ബാറ്റിനും ഈ പറയുന്ന ഗാട്ട്ലിക്കും ബാറ്റിന് ഈ പറയുന്ന ഷാർക്കിനും ഒരു വ്യത്യാസമുണ്ട്. ആർക്കെങ്കിലും അത് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. വേറൊന്നുമല്ല,
ഈ പറഞ്ഞ ബാറ്റിൽ എ എന്ന് പറയുന്ന ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഷാർക്കിൽ എ എന്ന് പറയുന്ന വാല്യൂവിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് തിരിച്ച് സി താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വൈസ് വേഴ്സ സെയിംലി നമുക്ക് ഗാട്ട്ലിയിലും ഈ പറയുന്ന ഹൈയെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ പറയുന്ന സിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ സൈഫറിൽ ഈ പറയുന്ന ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടാണ് സി താഴേക്ക് വന്നേക്കുന്നത്. സോ ഇതാണ് ആ പറയുന്ന ബാറ്റിൻ്റെയും ഷാർക്കിൻ്റെയും ഗാട്ട്ലിയുടെ സൈഫറിൻ്റെയും ഫസ്റ്റ് വ്യത്യാസം. അതായത് ബാറ്റും ഗാട്ട്ലിയും ഒരേ ഗണത്തിൽപ്പെടുന്നതാണ്, ഷാർക്കും സൈഫറും വേറെ ഗണത്തിൽപ്പെടുന്നതാണ്. ഇതിൽ ബാറ്റ് എന്ന് പറയുന്നത് 0.886 വാല്യൂവിൽ റിജക്റ്റ് ആകുന്നതാണ്. അതുപോലെ തന്നെ ഗാട്ട്ലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗാട്ട്ലി സൈഫറും 0.786 വാല്യൂസിൽ നിന്ന് റിജക്റ്റ് ആവുന്നതാണ്. അതുപോലെ ഇപ്പം നമ്മൾ ഈ പറയുന്ന വാല്യൂസ്, ഈ പറയുന്ന 886, 786 ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ബ്രോ ഈ നമ്മളിവിടെ നിന്ന് എക്സ് ടു എ വരയ്ക്കുമ്പോൾ ഈ പറയുന്ന ഏത് വാല്യൂ എന്നാണ് ഇത് റിജക്റ്റ് ആവും നമ്മൾ എങ്ങനെ അറിയും? നമ്മുടെ ഹാർമോണിക് പാറ്റേൺ പ്ലെയിനായിട്ട് ഉപയോഗിക്കുന്നത് ആക്ച്വലി സ്ട്രാറ്റജിയാണ് പ്ലെയിനായിട്ട് ഉപയോഗിക്കാം. പക്ഷേ പ്ലെയിനായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നമ്മളവിടെ വല്ല ഡിമാൻഡോ സപ്ലൈയോ എന്തെങ്കിലും സോൺസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ബാറ്റ് പാറ്റേണിൽ ഇപ്പോൾ ഇവിടെ എക്സ് ടു എ വാല്യൂ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് ഇത് തിരിച്ച് റിജക്റ്റ് ആവണമല്ലോ. അപ്പോൾ 786 ഇത് റിജക്റ്റ് ആയിരിക്കുന്നത് എങ്കിൽ ഇത് ഗാട്ട്ലി ആകും. അതല്ല 886 ഇത് റിജക്റ്റ് ആയിരിക്കുന്നത്, അപ്പോൾ നമ്മളിതിനെ ബാറ്റ് എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ മെയിൻ വ്യത്യാസം. ഫിബൊനാച്ചി സീക്വൻസിൽ ഏത് നമ്പറിലാണോ അത് റിജക്റ്റ് ആവുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഹാർമോണിക് വാല്യൂ മാറും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതിന് കുറച്ചും കൂടി നമ്മൾ ഹാർമോണിക് പാറ്റേൺസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഹാർമോണിക് പാറ്റേൺസ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സൈമിൾട്ടേനിയസ്ലി നമ്മുടെ ക്രാബിലെ വാല്യൂ എത്രയാണ്? 1.618 ആണ്. അപ്പോൾ നമ്മൾ എക്സ് ടു എ വരെ ഫിബൊനാച്ചി ഡ്രോ ചെയ്യുമ്പോൾ 618 ഏതെങ്കിലും ലെവലിൽ വരുമല്ലോ. അപ്പോൾ ബുള്ളിഷ് ആണെങ്കിൽ 618 താഴെ വരും, ബെയറിഷ് ആണെങ്കിൽ 618 മുകളിൽ വരും. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ പറയുന്ന എക്സ് വാല്യൂവിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂസ് എല്ലാം 1ന് താഴെയുള്ള നമ്പേഴ്സ് ഇതിന് മുകളിലുള്ളതാണ്, ഇവിടെയൊക്കെ റിജക്റ്റ് ആവുമെന്നല്ലേ. ഇതല്ല, ഇതിൽ നിന്നും ബ്രേക്കായിട്ട് താഴെ വന്ന് 1.618 നിന്ന് റിജക്റ്റ് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്രാബ് പാറ്റേൺ എന്ന് പറയും. ഈ പറയുന്ന എല്ലാ പാറ്റേൺസും ബുള്ളിഷും ബെയറിഷും ഉണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ ബുള്ളിഷ് മാത്രമേ വരച്ചോളൂ. ഇവിടെ ഒരു ബുള്ളിഷ് എക്സാമ്പിൾ മാത്രമേ വരച്ചോളൂ. അത് തന്നെ സൈമിൾട്ടേനിയസ്ലി തിരിച്ചു വരുമ്പോൾ ബെയറിഷ് ആവും. എക്സാമ്പിൾസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ പറയുന്ന 1.618 എന്ന് പറയുന്ന വാല്യൂ ഒന്ന് റിജക്റ്റ് ആവുകയാണെങ്കിൽ അത് ക്രാബ് ആകും. അത് കഴിഞ്ഞ് ഡീപ്പ് ക്രാബ് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് അഡ്വാൻസ്ഡ് സെക്ഷനിൽ പഠിക്കാനുള്ളതാണ്. ഇത് തന്നെ ഒരു 3-4 പാർട്ട് കാണും. ബിക്കോസ് ഹാർമോണിക് പാറ്റേൺ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അഡ്വാൻസ്ഡ് പ്രൈസ് ആക്ഷൻ സെക്ഷനിലേക്ക് അത് തേക്കുന്നത്. അത് ഇതിൻ്റെ ക്വാസിമോഡോ പാറ്റേൺ ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ 1.618 എന്ന് പറയുന്ന വാല്യൂ റിജക്റ്റ് ആവുകയാണെങ്കിൽ അത് ക്രാബ് ആകും. അതുപോലെ തന്നെ 1.618 വേറൊരു കുറച്ച് കൺഫർമേഷനോടുകൂടി അത് ഡീപ്പ് ക്രാബും ആകും. അപ്പോൾ ഹാർമോണിക് പാറ്റേൺസിൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഫിബൊനാച്ചി സീക്വൻസും അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഒരു കളിയും കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന ഹാർമോണിക് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ സൈഫറും ക്രാബും പോലെ തന്നെ വേറൊരു പാറ്റേണാണ് ബട്ടർഫ്ലൈ. ഞാൻ അറിയാലോ, ഇത് ബട്ടർഫ്ലൈ ഇപ്പോൾ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയും വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ 1 to എക്സ് ടു എ വരയ്ക്കുമ്പോൾ 1.278 ഇത് റിജക്റ്റ് ആവുകയാണെങ്കിൽ അത് ബട്ടർഫ്ലൈ ആകും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബെയറിഷ് വരച്ചാലും എക്സ് ടു എ ഈ പറയുന്ന പോലെ 1.272 വന്ന് റിജക്റ്റ് ആവുക, അവിടെ നിന്ന് ബെയറിഷ് ആയിട്ട് റിജക്റ്റ് ആവുകയാണെങ്കിൽ അത് നമുക്ക് ബട്ടർഫ്ലൈ എന്ന് കൂട്ടാൻ പറ്റും. ഇത്രയുള്ളായിരുന്നു നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു സെക്ഷനിൽ. ഇനി നമുക്ക് ഇത് ഇപ്പോൾ വാല്യൂസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹാർമോണിക് പാറ്റേണിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ഈ പറയുന്ന വാല്യൂസ് ഫിബൊനാച്ചി നമ്പേഴ്സുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന ഹാർമോണിക് പാറ്റേൺസിൻ്റെ എൻട്രി കിട്ടുന്നത്. ഞാൻ ഹാർമോണിക് പാറ്റേൺസിൽ എൻട്രിയിൽ വാല്യൂസ് ഉള്ളതുപോലെ തന്നെ എക്സിറ്റിലും അതായത് SLലും വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രി വരയ്ക്കാനായിട്ട് പഠിപ്പിച്ചിരുന്നു ഓരോ പാറ്റേണും. എക്സ് ടു എ വരെ ഫിബ് ഡ്രോ ചെയ്യുന്നു. അതിപ്പോൾ ബുള്ളിഷായാലും ബെയറിഷായാലും എക്സ് ടു എ വരെ ഫിബ് ഡ്രോ ചെയ്യുന്നു. അതിനുശേഷം ആ വരുന്നൊരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഫിബിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ എൻട്രി എടുക്കുന്നു. എൻട്രി എടുക്കേണ്ട ലെവൽസ് ഈ പറയുന്ന ലെവൽസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ SL വെക്കേണ്ട ലെവൽസും അതുപോലെ തന്നെ ടാർഗറ്റ് വെക്കേണ്ട ലെവൽസും ഞാൻ പറഞ്ഞുതരാം. ബാറ്റ് അതുപോലെ ഷാർക്ക്
ഇങ്ങനെ 1ൻ്റെ താഴെ എൻട്രീസ് വരുന്ന വാല്യൂസ്, ഇപ്പോൾ ഈ 0.886 എന്ന് പറയുന്നത് 1നെക്കാട്ടിയും മുകളിലുള്ള സംഖ്യയാണോ താഴെയുള്ള സംഖ്യയാണോ? തീർച്ചയായിട്ടും 1നെക്കാട്ടിലും താഴെയുള്ള സംഖ്യയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 1നെക്കാട്ടിലും താഴെയുള്ള സംഖ്യകളിൽ എൻട്രി വരുന്ന പാറ്റേൺസിന് SL എപ്പോഴും 1 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ 1നെക്കാട്ടിയും വലുതായിട്ടുള്ള പാറ്റേൺസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ അപ്പോൾ ബട്ടർഫ്ലൈ 1.272ലാണ് എൻട്രി, അപ്പോൾ നമ്മൾ SL വരേണ്ടത് 1.414ലാണ്. ക്രാബ് 1.618ലാണ് എൻട്രി, സോ നമ്മൾ SL വരേണ്ടത് 2ലാണ്. ആൽട്ട് ബാറ്റിന് 1.13ലാണ് എൻട്രി, സോ നമ്മൾ SL വരേണ്ടത് 1.272ലാണ്. കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിപ്പോൾ ഞാനൊരു ബാറ്റ് പാറ്റേൺ ഇവിടെ വരയ്ക്കുവാണ്. ഇതാണ് ബാറ്റ് പാറ്റേൺ. ഫിബനാച്ചി ഡ്രോ ചെയ്തു, ഞാൻ എൻട്രി കണ്ടുപിടിച്ചു. ബാറ്റിൻ്റെ എൻട്രി വരുന്നത് 0.886ലാണ്. ഇതാണ് എൻട്രി. ഞാനിതെടുത്ത് ഫിബനാച്ചി എടുത്ത് കളയുവാണ്. ഫിബനാച്ചി എടുത്ത് കളയണ്ടായിരുന്നു. എൻട്രി വരുന്നത് ഇവിടെയാണ്, ഈ ഒരു പോയിന്റിൽ 0.886 എൻട്രി വരും. ഇത് ഇവിടെ എൻട്രി. ഇവിടെ എൻട്രി. ഓക്കെ, വെരി ബിറ്റ്. അപ്പോൾ നമ്മുടെ 0.886 എൻട്രി ആണെങ്കിൽ SL എവിടെ വരണം? X1 എന്ന് പറയുന്നത് ഈ X ഉണ്ടല്ലോ, ഇതിൻ്റെ വാല്യൂ ആയിട്ടുള്ള 1, അതായത് 1 ആണ് ഇതിൻ്റെ വാല്യൂ, മനസ്സിലായി? ഈ 1ലായിരിക്കും SL വരുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വരേണ്ടത് 1ലായിരിക്കും. സ്റ്റോപ്പ് ലോസ് 1ലായിരിക്കും. സോ ഇവിടെ ആയിരിക്കും SL വരേണ്ടത്. നമ്മളിത് ഈ ഫിബനാച്ചി എടുത്തപ്പോൾ മാറ്റുവാണെങ്കിൽ എൻട്രി എവിടെ വരും? ഇവിടെ. SL എവിടെ വരും? ഇവിടെ. ഫോർ ബാറ്റ് പാറ്റേൺ. ഇതല്ല ഷാർക്ക് ആയിരുന്നെങ്കിലോ, ഗാട്ട്ലി ആയിരുന്നെങ്കിലോ 0.786 എൻട്രി വരുന്നത് തന്നെ. അപ്പോഴും SL എവിടെയാണ് വരേണ്ടത്? 1ൽ. കണ്ടോ ഈ പറയുന്ന പാറ്റേൺ? കണ്ടോ എൻട്രി ഇവിടെ വരും, SL 1ൽ തന്നെ വരും. ഇനി അതല്ല, ബട്ടർഫ്ലൈ ആണ് പാറ്റേൺ. സോ നമ്മൾ ബട്ടർഫ്ലൈ എടുത്തില്ല ഇതുവരെ. ബട്ടർഫ്ലൈ ഞാൻ എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ക്രാബ് ആണ് പാറ്റേൺ. 1.618ലാണ് എൻട്രി. എങ്കിലും അവിടെ SL 2ലാണ് വരേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ 2 ഉണ്ടോ ഫിബനാച്ചിയിൽ? ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ ഫിബനാച്ചി? അതുപോലെ ഈ ഫിബനാച്ചി എഡിറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ വേണ്ട ഫിബനാച്ചിയിലെ വാല്യൂസ്, ഒന്ന് വേണ്ടത് ബട്ടർഫ്ലൈയുടെ 1.414 വേണം SL വയ്ക്കാനായിട്ട്. അതുപോലെ 2 വാല്യൂ വേണം നമുക്ക് ക്രാബിൽ SL വയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞ് അൾട്ട് ബാറ്റിൻ്റെ 1.272 ഓൾറെഡി ഉണ്ട്. പിന്നെ അത്ര മതിയല്ലേ നമുക്കിപ്പോൾ? 414 ആയി, 272 ആയി, അതുപോലെ 2 ആയി. ഇത്രയും വാല്യൂസ് ഉണ്ട്. അപ്പോൾ ക്രാബിൽ 1.618 ഇവിടെ ആയിരിക്കും എൻട്രി വരുന്നത് തന്നെ. 1.618 എൻട്രി വരുമ്പോൾ SL എവിടെ വരണം? ഈ 2 ഉണ്ടോ, ഈ വാല്യൂ ആയിരിക്കണം SL വരേണ്ടത്. ഉണ്ടോ? വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ന് വെച്ചാൽ ഞാനിത് പഠിപ്പിക്കാൻ, നമുക്ക് ഹാർമോണിക് പാറ്റേൺസ് എടുത്ത് പഠിപ്പിക്കാനുള്ള കാരണം വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ വേറെ ഒരു കാര്യം പേടിക്കാതെ വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യുകയും വിത്ത് SL ആൻഡ് TP എവിടെ വയ്ക്കണമെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഹാർമോണിക് പാറ്റേൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര പവർഫുൾ ആവുന്നത്. അപ്പോൾ നമ്മൾ ക്രാബിൽ എൻട്രി എവിടെ വരുന്നത്? ഇവിടെ 618 1.618 SL 2 വരും. അത് കഴിഞ്ഞ് ടാർഗറ്റ് എവിടെ വരണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് SL വയ്ക്കാനും എൻട്രി വയ്ക്കാനും ഞാൻ പറഞ്ഞു തന്നു. ഈ വീഡിയോ ഒരു 4-5 തവണ നിങ്ങളെടുത്ത് കണ്ടാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി ടാർഗറ്റ് എവിടെയാണ് വയ്ക്കേണ്ടതെന്ന് പറയാം. നമ്മൾ എൻട്രിയും SLും കണ്ടുപിടിക്കാൻ X to A വരെയാണ് ഫിബനാച്ചി ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ടാർഗറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ C to D വരെയാണ് ഫിബനാച്ചി ഡ്രോ ചെയ്യുന്നത്. ഇവിടെ ഒരു വാല്യൂ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ബൈ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഒരു വാല്യൂ ആയിരുന്നു. ഞാൻ ആ ഒരു വാല്യൂയും കൂടി ഇവിടെ ഒന്ന് ആഡ് ചെയ്യാം. 0.381 ആണോ 2 ആണെന്ന് പെട്ടെന്നൊന്ന് ഇത് ആയിപ്പോയി. 0.382 ആയിരുന്നു. ഓക്കെ, 0.382. ഇത്ര വാല്യൂസാണ് നമുക്ക് മെയിൻലി വേണ്ടത്. അപ്പോൾ നമ്മൾ C to D വരെ ഫിബനാച്ചി ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടാർഗറ്റ് ഡിഫൈൻ ചെയ്യാം. ഹാർമോണിക് പാറ്റേണിൽ ഇപ്പോൾ ഞാൻ ഏതൊരു ഹാർമോണിക് പാറ്റേൺ എടുത്താലും അതിൻ്റെ ഫസ്റ്റ് TP വരേണ്ടത് 0.382 ഇതാണ് ടാർഗറ്റ് 1. സെക്കൻഡ് TP വരേണ്ടത് 0.618 അതാണ് നമ്മളുടെ ടാർഗറ്റ് 2.
ഇത്രയേ ഉള്ളൂ ഹാർമോണിക് പാറ്റേണിലെ ടാർഗറ്റ് ടൈപ്പ്. 2 ടൈപ്പ് ഓഫ് ടാർഗറ്റാണ് നമുക്കുള്ളത്. ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 382-ലും സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് നമ്മുടെ 0.618 ലെവൽ C2D വരെ ഡ്രോ ചെയ്യുമ്പോൾ. അത് എല്ലാ ഹാർമോണിക് പാറ്റേണിനും സെയിം ടാർഗറ്റാണ്. ഇപ്പോൾ ഞാനത് ക്രാബ് ആയിരുന്നെങ്കിൽ അവിടെയും ഇപ്പോൾ ഞാനിവിടെ നിന്ന് C2D വരെ വരച്ചു കഴിഞ്ഞാൽ ഇതാ കണ്ടോ 382,618 ഇത്രയാണ് ടാർഗറ്റ്. ഇവിടെ നിന്ന് ഇത്ര ഒരു മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. കണ്ടോ അത്രയേ ഉള്ളൂ ടാർഗറ്റ്. വേറെ അങ്ങ് മുകളിലോട്ടൊന്നും നിങ്ങൾ പോകണ്ട, അതൊക്കെ നമുക്ക് സേഫ് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ A2D വരെയും ഡ്രോ ചെയ്യാം. പക്ഷേ അവിടെ വരുന്നൊരു പ്രശ്നം, ഈ പറഞ്ഞ C2D വരെ ഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും കമ്പയർഡ് ടു A2D. എല്ലാ പാറ്റേൺസിനെ പോലെ തന്നെ മറ്റ് കോൺഫർമേഷൻസ് വെച്ചിട്ടാണെങ്കിൽ വളരെ നല്ലൊരു എൻട്രി പോയിന്റ് കിട്ടുന്ന പാറ്റേൺസാണ് ഹാർമോണിക് പാറ്റേൺസ്. സോ നമ്മൾ ഹാർമോണിക് പാറ്റേണിൻ്റെ എൻട്രി എങ്ങനെ വെക്കണമെന്ന് പഠിച്ചു, SL എങ്ങനെ വെക്കണമെന്ന് പഠിച്ചു, TP എങ്ങനെ വെക്കണമെന്നൊക്കെ പഠിച്ചു. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് വൈസ് പഠിപ്പിച്ചു തന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഹോംവർക്കൊക്കെ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ചുകൂടെ എക്സാമ്പിൾസ് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. എനിവേസ് ഇതായിരുന്നു നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാർമോണിക് പാറ്റേണിനെ കുറിച്ചിട്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് റിവൈസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ട് എടുത്ത് നമ്മളെ റീപ്ലേ ബട്ടൺ ഞെക്കുമ്പോൾ ഹാർമോണിക് പാറ്റേൺസിൻ്റെ എക്സാമ്പിൾസ് കിട്ടാൻ കുറച്ച് പാടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു ക്രാബിൻ്റെ എക്സാമ്പിൾ കിട്ടിയിട്ടുണ്ട് എനിക്ക്. നമുക്ക് ഈവൻ ദോ ഇവിടെയൊക്കെ എൻട്രി വരുമായിരുന്നു 8.16-ലേക്ക്. പക്ഷേ ഞാനത് എടുക്കാത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ബ്രേക്ക് ഔട്ട് ആയതിന് തൊട്ടടുത്തല്ലേ ഈ വരുന്ന 816. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി സ്പേസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻട്രി എടുത്ത് SL ഹിറ്റ് ചെയ്താലും സീനൊന്നുമില്ല, അത് നമുക്കത് പറഞ്ഞുതരാം. ഇവിടെ ക്രാബിൻ്റെ ഷോർട്ട് പൊസിഷൻ ഓപ്പൺ ആവുന്നത് 1.618-ലാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 2-ലാണ്. ടാർഗറ്റ് വരുന്നത് 618-ലാണ് ഞാൻ ഡിഫോൾട്ടായിട്ട് വയ്ക്കുന്നത്. അതിന് നമ്മൾ ടാർഗറ്റ് അളക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്ത് കളയുന്നു. ഈ ഫിബൊനാച്ചി എടുക്കുന്നു. ഫ്രം C2D ഫിബൊനാച്ചി ഡ്രോ ചെയ്യുവാണ്. മെയിൻ ടാർഗറ്റ് 618 തന്നെ വെക്കുവാണ്. 2.39 അവിടെ കിട്ടുവാണ്. ഹാർമോണിക് പാറ്റേൺ കണ്ടുപിടിക്കേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അതായത് ഇതുപോലെ XABCD മറ്റേതിൻ്റെയൊക്കെ സ്കിമാറ്റിക്സ് നിങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല, കറക്റ്റ് സ്കിമാറ്റിക്സ്. അതിനെല്ലാം എക്സാമ്പിൾസ് വിത്ത് സ്കിമാറ്റിക്സ് നമ്മൾ വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും. സോ നമുക്കിവിടെ വളരെ ഈസി ആയിട്ട് കാണാം. ഡീൽ അല്ല, നമ്മൾ 618 പോയിന്റിൽ എത്തിയ ഉടനെ ഈ ഒരു പ്രൈസ് അവിടെ നിന്ന് റിജക്റ്റ് ആവുകയാണ്. റിജക്റ്റ് ആയതിനു ശേഷം നൈസിനെ നമുക്ക് താഴോട്ട് ഒരു റിജക്ഷൻ തരുന്നുണ്ട്. ഐ തിങ്ക് ഇത് അതായത് TP ഹിറ്റ് ചെയ്യുന്നൊരു എൻട്രി ആയിരുന്നു, ഞാൻ കണ്ടില്ല. ഓക്കെ, ഇങ്ങനെ പ്ലെയിനായിട്ട് എടുക്കുമായിരുന്നു കണ്ടുടനെ. അപ്പോൾ ഇതാണ് ഹാർമോണിക് പാറ്റേണിൻ്റെ ഒരു എക്സാമ്പിൾ. 2.38 ആയിരുന്നു. നമ്മളിപ്പോൾ ഇങ്ങനെ താഴെ വരെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ 4R അടുത്ത് ഇത് കിട്ടിയാണ്. വേണമെന്നുണ്ടെങ്കിൽ അത്രയും ഹോൾഡ് ചെയ്യാം. പക്ഷേ നമ്മൾ 318 തന്നതിന് ശേഷം മാർക്കറ്റ് റിജക്റ്റ് ആവുന്നുണ്ട് വളരെ ഈസി ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ റിസ്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇവിടെ നിന്നൊരു 2R 3R ആ രീതിയിൽ 3Rൽ നമ്മൾ ഡിഫോൾട്ട്. അപ്പോൾ 3R നമുക്ക് എന്തായാലും കിട്ടും. അടുത്തതായി ഇവിടെ ഒരു ഹാർമോണിക് പാറ്റേൺ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് എടുക്കാമായിരുന്നു നിങ്ങൾക്ക്. സെയിം ക്രാബായിരുന്നു അത്. കറക്റ്റ്, ഇത് ഇൻവാലിഡ് ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ലെവലിൽ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇൻവാലിഡ് അല്ല. പക്ഷേ അത് എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് ലൈവായിട്ട് തന്നെ വേറെ എക്സാമ്പിൾസ് ഉണ്ടോ എന്ന് നോക്കാം. 15 മിനിറ്റ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞത് കുറച്ചും കൂടി എൻട്രീസ് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട്. ഓക്കെ, ഇത് ഇപ്പോൾ ഒരെണ്ണം ഫോം ആകുന്നുണ്ട് ഇവിടെ നിന്ന് ലൈവായിട്ട്. നമ്മുടെ XABC D നമുക്ക് എവിടെയെങ്കിലും ആയിരിക്കും നോക്കാം. ഫ്രം X to A വരെ ഞാൻ ഹാർമോണിക് വരെ പോകണം. റിജക്റ്റ് ആവേണ്ട സ്പോട്സ് മൾട്ടിപ്പിൾ സ്പോട്സ് ഉണ്ട്. നമുക്കിപ്പോൾ പാത്ത് ടൂൾ എടുത്തിട്ട് ഇത് 816 അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് റിജക്റ്റ് ആവുമെന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 1.618 റിജക്റ്റ് ആവുമെന്ന് പറയാം. ഈ 2 ലെവൽസാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 ലെവൽസും എങ്ങനെ പ്ലേ ഔട്ട് ആകുമെന്ന് നോക്കാം. ഓക്കെ, മോസ്റ്റ്ലി താഴോട്ട് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഇത് ഇൻവാലിഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇത് ഇൻവാലിഡ് ആണ്. ഇപ്പോൾ ഹാർമോണിക് പാറ്റേൺ ഇൻവാലിഡ് ആണ്, കാരണം നമുക്ക് ആ ലെവൽസ് വരെ റിട്രേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല. ഇത് NFP ന്യൂസിൻ്റെ ടൈം ആയിരുന്നു തോന്നുന്നു അന്നത്തെ, എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഹാർമോണിക് പാറ്റേൺ ഇവിടെ എവിടെയെങ്കിലും ഫോം ആവും. ഓക്കെ, നമുക്ക് അടുത്തൊരു ഹാർമോണിക് പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. XAB ഇവിടെ വരാം, BC ദെൻ D. ആസ് യൂഷ്വൽ ഞാൻ ഒന്ന് ഡ്രോ ചെയ്ത് നോക്കുവാണ്. സോ നമ്മുടെ 618 ലെവലിൽ നിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ SL ഇപ്പോൾ ഹിറ്റ് ആയാണ് മോസ്റ്റ്ലി.
നമ്മളിതുപോലെ പ്ലെയിൻ എൻട്രി എടുക്കാതെ അതായത് ഇവിടെ കണ്ടു ഒരു സപ്ലൈ സോൺ ഉണ്ട്. ഈ സപ്ലൈ സോണിൽ നേരത്തെ പറഞ്ഞ ഹാർമോണിക് പാറ്റേൺ 618 വരുവാണ് എങ്കിൽ അതൊരു ഓസം എൻട്രി ആയിരിക്കും. നമ്മൾ പ്ലെയിനായിട്ട് ഇങ്ങനെ എൻട്രി എടുക്കുന്നത് ഒരിക്കലും റെക്കമെൻഡ് അല്ല. നിങ്ങൾക്കൊരു സപ്ലൈ സോൺ ഉണ്ട് അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ ഉണ്ട്, അവിടെ ഒരു ഹാർമോണിക് പാറ്റേൺ ഫോം ആയിട്ട് അതിൻ്റെ ലെവൽസിൽ ഈ പറയുന്ന ഡിമാൻഡ് സോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 80 to 90% വിൻ റേറ്റ് എങ്ങനെ പോയാലും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഹാർമോണിക് പാറ്റേൺസ് പ്ലെയിനായിട്ട് എടുത്ത് കാണിച്ചു തരാം വിത്തൗട്ട് എനി കൺഫർമേഷൻസ്. നമുക്ക് ഇവിടെ ഒന്നും ഒരു നല്ല ഹാർമോണിക് പാറ്റേൺ ഇതുവരെ കിട്ടിയിട്ടില്ല. മോസ്റ്റ്ലി മന്ത്ലി ടൈം ഫ്രെയിംസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്പോട്ട് ബയേഴ്സിനും ഒക്കെ ഒരുപാട് ഹാർമോണിക് പാറ്റേൺസ് ഫോം ആവാറുണ്ട്. അതായത് ഈ പറഞ്ഞ ഇൻട്രാഡേ ടൈം ഫ്രെയിംസിൽ ഹാർമോണിക് പാറ്റേൺസിൻ്റെ ഒരു എണ്ണം ഗ്രാജുവലി കുറവാണിപ്പോൾ. ഇതൊരു ഹാർമോണിക് പാറ്റേൺ ആയിരുന്നു റിവേഴ്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയ. ഇതാ ഫ്രം ഹിയർ അത്ര ക്ലീൻ അല്ല, പക്ഷെ ഞാൻ എക്സാമ്പിളോട്ട് കാണിച്ചിരുന്നു. വെരി ബിറ്റ് അത് കറക്റ്റ് ഹാർമോണിക് പാറ്റേൺ അല്ല, കാരണം ആ ബി ഉണ്ടോ മറ്റേ കാട്ടിലും നമുക്ക് ഈ ഒരു ലെവലിലൊക്കെ നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ദെൻ നെക്സ്റ്റ് ഒരു ഹാർമോണിക് പാറ്റേൺ, ഇത് കുറച്ച് ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. XABC പ്രൈസ് റിജക്റ്റ് ആയേക്കുന്നത് X to A വരയ്ക്കുവാണെങ്കിൽ ഷാർപ്പ് 1.13 അൾട്ട് വാറ്റ് എൻട്രിയാണ്. പക്ഷെ ഞാൻ അൾട്ട് വാറ്റിൽ എൻട്രി എടുത്തിരുന്നെങ്കിൽ എൻ്റെ SL എവിടെ വരുമായിരുന്നു? അപ്പോൾ ഇവിടെ നിന്ന് ലോങ് എടുത്തിരുന്നെങ്കിൽ എൻ്റെ SL 1.272 വരുമായിരുന്നു, TP 1.618 വരുമായിരുന്നു. അൾട്ട് വാറ്റ് എന്ന് പറയുന്നത് ബാറ്റ് ഫെയിലിയർ ആകുമ്പോൾ എടുക്കുന്ന ഒരു എൻട്രിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അത് പഠിക്കാനില്ല, നമുക്കത് വേറെ എവിടെയെങ്കിലും എൻട്രി ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അൾട്ട് വാറ്റ് എൻട്രി ഞാൻ ക്യാൻസൽ ചെയ്യുവാണ്, കാരണം നമ്മൾ അൾട്ട് വാറ്റ് പ്ലെയിനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ വേറെ എവിടെയെങ്കിലും ഇത് റിവേഴ്സിലാവുന്നുണ്ടോ നോക്കാം. 618 ലെവലിന് അടുത്ത് വരെ വന്നിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റൻ്റ്ലി 618 ഒരു എൻട്രി ഇട്ട് വയ്ക്കുവാണ്. സ്റ്റോപ്പ് ലോസ് 2 വെക്കുവാണ്. സ്റ്റോപ്പ് ലോസ് ഒന്ന് ടാർഗറ്റ് ഒന്നും അളന്നില്ല, ടാർഗറ്റ് അളന്നിട്ട് വരാം. C to D ആണ്. സോ ടാർഗറ്റ് നമുക്ക് 1.618 വെക്കാം, അത് 2.75 ആണ്. നമുക്ക് നോക്കാം ഈ ഒരു എൻട്രി ടാപ്പായിട്ട് ഏത് രീതിയിൽ പോകുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടം വരെ സംടൈംസ് ഇത് ഹാപ്പൻ. ഓക്കെ, ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ കറക്റ്റ് എന്താണ് നമ്മുടെ ഹാർമോണിക് പാറ്റേണിൻ്റെ തൊട്ട് മുകളിൽ വന്നിട്ട് റിവേഴ്സിലായിട്ടുണ്ട്. സോ കുഴപ്പമില്ല, നമ്മളെ ഇത് സ്ട്രാറ്റജി വർക്കിംഗ് ആണല്ലോ, അത് കുഴപ്പമില്ല. ദെൻ ഇവിടെ നെക്സ്റ്റ് ഹാർമോണിക് പാറ്റേൺ തിരക്കി പോകാം. ഇവിടെ ഒരു QM പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. QM നിങ്ങൾക്ക് നെക്സ്റ്റ് ക്യാപിറ്റലാണ് വരുന്നത്. ഓക്കെ, ഇതിങ്ങനെ റീപ്ലേ ബട്ടൺ ഇടുമ്പോഴേ കണ്ടുപിടിക്കാൻ പാടാണ്, പക്ഷേ ലൈവ് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. സെയിം ആണല്ലോ നേരത്തെ കാണിച്ച അതേ, അത് ഹാർമോണിക് പാറ്റേൺ വാലിഡ് അല്ല. ഇതൊരു നല്ല ഹാർമോണിക് പാറ്റേൺ ആണ്. ഇതൊരു നല്ല ഹാർമോണിക് പാറ്റേൺ ആണ്. XABCD എവിടെയാണ് വന്നത്? നമുക്ക് X to A വരെ അളന്ന് നോക്കാം. കറക്റ്റ് 1.618 വന്ന് റിജക്റ്റ് ആയതുണ്ടോ? വാട്ട് എ ക്ലീൻ സ്ട്രാറ്റജി അല്ലേ. 1.618 എൻട്രി വയ്ക്കുന്നു, സ്റ്റോപ്പ് ലോസ് 2 വെക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ടാർഗറ്റ് വയ്ക്കാൻ C to D വരെ അളക്കുന്നു. 2 ടാർഗറ്റ് വയ്ക്കണം, 3 പോയിന്റ് ഇവിടെ, പിന്നെ 1.618. ഇത്ര മതി, നിങ്ങൾ അധികം പ്രതീക്ഷിക്കേണ്ട, ഇത്ര മതി. വളരെ ഈസി ആയിട്ട് നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തേനെ. കണ്ടില്ല ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടില്ല, ഈ റീപ്ലേ ബട്ടൺ വർക്കിംഗ് അല്ലായിരുന്നു. ഐ മീൻ പോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് എക്സാമ്പിൾ കാണിച്ചു തന്നെ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഹാർമോണിക് പാറ്റേൺ നോക്കാം.